അങ്ങനെ കാത്തിരുന്ന് ഈ വർഷത്തെ നമ്മുടെ തിരുവോണം ഇവിടെ എത്തി. പായസവും ഇഞ്ചിക്കറിയും മോരുകൂട്ടാൻ ഞങ്ങൾ തലേ ദിവസം റെഡിയാക്കി വെച്ചേ. കണ്ടില്ലേ, നല്ല കുറുകുറാന്നിരിക്കണ പാലട പ്രഥമൻ, അതെന്റെ സ്പെഷ്യലാണ്. ഈ വെട്ടി തിളങ്ങുന്ന ഇഞ്ചിക്കറിയാണ് സദ്യയിലെ എൻ്റെ ഫേവറേറ്റ് ഡിഷ്. അങ്ങനെ കറികളെല്ലാം ഉണ്ടാക്കി ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഉണ്ടാക്കിയതെല്ലാതും. അങ്ങനെ പറഞ്ഞത് പിറ്റേ ദിവസമായി, അതായത് തിരുവോണത്തിനാൾ. കാലത്ത് എല്ലാവരും കുളിച്ച് നല്ല റെഡി മണിയായിട്ട് ഇരിക്കുകയാണ്. ഇതെൻ്റെ അമ്മയാണ്. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പൂ പിച്ചി നുള്ളി പൂക്കളൊക്കെ സെറ്റാക്കാൻ വേണ്ടി നിൽക്കുന്നത്. എനിക്കിത് എൻ്റെ അമ്മയുടെ കുട്ടിക്കാലത്തെ ഓണക്കഥകൾ പറഞ്ഞുതരാണ്. എനിക്ക് അമ്മയുടെ കുട്ടിക്കാലത്തെ കഥകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം അന്ന് കാലത്ത് അവരുടെ തറവാടും ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഒരുമിച്ചുള്ളൊരു ഓണം, അതൊരു രസം തന്നെ. അന്ന് ഈ ഫോണും ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ കഥകളൊക്കെ കേൾക്കാൻ പ്രത്യേക ഒരു ക്യൂരിയോസിറ്റിയാണ്. അങ്ങനെ നീ പറഞ്ഞ് നമ്മുടെ കളർഫുൾ പൂക്കളം റെഡിയായി. പൂക്കളം ഒന്നിനൊന്നിന് മെച്ചം. അങ്ങനെ ഇല കഴുകി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കേട്ടോ. കാരണം സമയം ഒരുപാട് വൈകി. ഇനിയൊരു ഉറക്കം, അത് മുഖ്യം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.